Hi children, welcome back to my channel LKLS Star Maths Class. നമ്മൾ 10th CBSEയിലെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 5th ചാപ്റ്റർ ആണ്. അതിൽ എക്സസൈസ് 5.1ലെ ഫോർത്ത് സെക്ഷനിലുള്ള 5th വണ്ണാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നോക്കി ഇതെന്താണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. Fourth one, which of the following are APs? If they form an AP, find the common difference D and write 3 more terms. കണ്ടോ? അപ്പോൾ ഇങ്ങനെ കുറേ ടേംസ് തന്നിട്ടുണ്ട്. അത് എ പി ആണോ എന്ന് ചെക്ക് ചെയ്യുക. എ പി ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് കണ്ടെത്തണം? കോമൺ ഡിഫറൻസ് ഡി കണ്ടെത്തണം. അപ്പോൾ അതെങ്ങനെയാണ് മുന്നത്തെ ഇതിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറയുകയാണ് കേട്ടോ. ഇത് നോക്കിയേ, 3 കോമ. അപ്പോൾ ഇതെന്താണ്? A1 ആണ്, അതായത് ഫസ്റ്റ് ടേം ആണ്. ഇനിയോ 3 + √2, ഇതെന്താണ്? A2, വിച്ച് മീൻസ് സെക്കൻഡ് ടേം. ദെൻ ഇത് 3 + 2√2, ഇതാണ് തേർഡ് ടേം. ഇത് ഫോർത്ത് ടേം. 3 + 3√2. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടെത്തുമ്പോൾ ഈ കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ അതെന്തായിരിക്കും? എ പി ആയിരിക്കും. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടെത്തും? ഞാനീ പറഞ്ഞതുപോലെ ഇത് A1, A2, A3, A4. നമുക്ക് എന്ത് ചെയ്യാം? ഈ A2വിൽ നിന്ന്, A2 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടെ വരെ വരും അല്ലേ, ഇതൊരു സെക്ഷനല്ലേ. സോ ഈ A2വിൽ നിന്നും ഇതാണ് നമ്മുടെ A2. A1 സബ്ട്രാക്ട് ചെയ്യുക അല്ലേ. A1 എന്ന് പറഞ്ഞാൽ 3 മാത്രമേ ഉള്ളൂ. സോ A2 - A1, അതല്ല ഇതിന് ഇത്ര എന്ത് പറയും? A3 എന്ന് പറയും. സോ A3 - A2, ദെൻ ഇത് ഇത്ര എന്താ? A4, അതല്ലെങ്കിൽ A4 - A3. ഇതിൽ നിന്ന് ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി. അതേ ആൻസർ തന്നെ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോഴും കിട്ടിയാൽ, അല്ലെങ്കിൽ അതേ ആൻസർ തന്നെ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോഴും കിട്ടിയാൽ നമ്മളതെന്താന്ന് പറയാം? ഒരു എ പി എന്ന് പറയാം. നമുക്കത് ആൻസറിലേക്ക് നോക്കാം കേട്ടോ. മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കാണുക, അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. ഓക്കെ, എല്ലാം ക്ലിയറായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, നമ്മളിവിടെ ക്വസ്റ്റ്യനൊക്കെ ഒന്നും കൂടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ A2 - A1. A2 എന്ന് പറയുന്നത് ആളാരാണ്? 3 + √2 ആണ്. കണ്ടോ? അതുകൊണ്ട് A2ൻ്റെ സ്ഥാനത്ത് 3 + √2 എന്ന് എഴുതി. ഇനി ഈ മൈനസ്, ആ മൈനസാണ് ഇവിടെ ഇട്ടത്. A1 എന്ന് പറയുമ്പോൾ ആര് വരും? 3 വരും. ക്ലിയർ ആയല്ലോ? ഇതിനകത്ത് ഇത് നോക്കിയാൽ ഇത് +3 ആണ്, ഇത് -3 ആണ്. സോ അത് രണ്ടും എന്തായി പോവും? കട്ടായി പോവും. ബാക്കിയുള്ളത് ആരാണ്? √2 ആണ്. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടി? √2 കിട്ടി. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിപ്പോൾ ഇത് രണ്ടും കൂടെയാണ് കമ്പയർ ചെയ്തത്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ 3 + 2√2 എന്ന് പറയുന്നത് ഒരു ടേമാണ്, തേർഡ് ടേം. സോ A3 ആണത്. A3 - A2 ചെയ്യാം. കണ്ടോ? A3 - A2. സോ A3 എടുത്തെഴുതി. എന്താണ്? 3 + 2√2. 3 + 2√2. ഇനിയോ ഈ മൈനസ് ഇട്ടു. A2 എന്ന് പറയുന്ന ആളാരാ? 3 + √2. സോ 3 + √2 എഴുതി. കണ്ടോ? ഇനി അതിനെ ഒന്നും കൂടെ എടുത്തിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 3 + 2√2 ഇവിടെ എന്ന് വെച്ചാൽ ഇതെന്താണ്? ഇവിടെ മൈനസ് അല്ലേ വരിക. ഈ മൈനസ് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഒരു ടേം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യും. സോ ആക്ച്വലി ഈ 3 എന്ന് പറയുന്നത് എന്താ? +3 ആണ്. അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ അത് എന്തായി? -3 ആയി അല്ലേ. ഇത് +√2 ആണ്. അതിൻ്റെ സൈൻ മാറുമ്പം എന്ത് ചെയ്യും? മൈനസ് ചെയ്യാൻ നേരത്ത് ഈ റൈറ്റ് സൈഡിലുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും സൈൻ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതാണ് കുഞ്ഞ് ക്ലാസ്സിൽ തുടങ്ങി നിങ്ങളത് പഠിച്ചിട്ടുള്ളതാണ്. സോ ഇത് +√2 എന്നുള്ളത് ഇവിടെ എന്തായി മാറി? -√2 ആയിട്ട് മാറി. മനസ്സിലായില്ലേ? ഈ ഭാഗത്ത് നമ്മൾ അങ്ങനെ തന്നെ എടുത്തെഴുതുക. എന്നാൽ ഇവിടെയോ ഈ സൈൻ എല്ലാം ചേഞ്ച് ചെയ്യുക. കണ്ടോ? 3 എന്നുള്ള എന്തായി? -3 ആയി. +√2 എന്നുള്ള എന്തായി? -√2 എന്ന്. ക്ലിയർ ആയോ? ഇനി നോക്കവിടെ ഈ 3 എഴുതി. ഈ -3നെ നമ്മളൊന്ന് ഒന്നിച്ച് കൊണ്ടുവരാം. കണ്ടോ? 2 3കൾ, 2 നമ്പേഴ്സ് അല്ലേ അത്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ചിടാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇനി നോക്കിയേ, ഇത് 2√2 ഉണ്ട്, ഇവിടെയോ വെറും √2 ഉണ്ട്. അപ്പോൾ ഈ √2 ഉള്ളതിനെ നമുക്ക് ഒരുമിച്ചെടുക്കാം. കണ്ടോ? സോ ഈ 3 എഴുതി. ദെൻ ഈ -3നെ ഇവിടെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് എന്ത് എഴുതി? +2√2നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്താ ഉള്ളത്? -√2 ആണുള്ളത്. സോ -√2 അങ്ങനെ തന്നെ ഇട്ടു. ക്ലിയർ ആയില്ലേ? എത്രയും. ഇനി ഇവിടെ നോക്കാം. നോക്കിയേ, 3 - 3 എന്ത് കിട്ടും? 0. ഇനി ഇവിടെ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. +2√2ഉം -√2 ആണ്. സോ പോസിറ്റീവും നെഗറ്റീവും വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? സബ്ട്രാക്ഷൻ ആണല്ലോ. കുഞ്ഞ് ക്ലാസ്സിൽ തോന്നി പഠിച്ചിട്ടുള്ളതല്ലേ. ഇവിടെ +2√2ഉം ഇവിടെ എന്താണ്? -2 ആണ്. സോ ഇതിൻ്റെ മുന്നിൽ പ്ലസും ഇതിൻ്റെ മുന്നിൽ മൈനസും വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. ഇനി ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 2√2 മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ മുന്നിൽ എന്തുണ്ടെന്നർത്ഥം? ഒരു 1 അവിടെ ഉണ്ടെന്നാണ് മീനിങ്. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ഈ പറഞ്ഞ
ഈ 2 √2 ഇപ്പോൾ ഈ 2ൻ്റെ കോഫിഷ്യൻ്റ് എക്സിൻ്റെ കോഫിഷ്യൻ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഇവിടെയും എന്തുണ്ട്, ഇവിടെ 2 √2 ഉണ്ട്, ഇവിടെ വെറും 2 ആണെങ്കിലും ഇതിൻ്റെ മുന്നിൽ എന്തുണ്ടെന്ന അർത്ഥം, ഒരു 1 ഉണ്ടെന്നാണ് അർത്ഥം. ക്ലിയർ ആയല്ലോ? അപ്പം നോക്കിയേ, 2 - 1 എന്ന് പറഞ്ഞാൽ എന്താ, 1 തന്നെയല്ലേ. പിന്നെ ഈ √2 അങ്ങനെ തന്നെ ഇടുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ 1 √2 എന്ന് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇങ്ങനെ 1 √2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് മാത്രം കൊടുത്താൽ മതി, √2 എന്ന് മാത്രം നമുക്ക് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, 3 - 3 = 0, ദെൻ പ്ലസ് √2 മൈനസ് √2 =√2. ഇവിടെ 1 കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ 1 ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ഇനി 0 + √2 എന്താണ്, √2. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ഇവിടെ ഫസ്റ്റ് A2 - A1, അതായത് A2 - A1 എന്ന് ചെയ്തപ്പോൾ നമുക്ക് √2 കിട്ടി. അതുപോലെ തന്നെ A3 - A2 ചെയ്തപ്പോഴും നമുക്ക് ആൻസർ എന്ത് തന്നെ കിട്ടി, √2. പക്ഷേ ഇവിടെ നിങ്ങൾ നല്ലപോലെ കെയർഫുള്ളായിട്ട് വേണം ഇവിടെ ചെയ്യാൻ, തെറ്റരുത് കേട്ടോ. എപ്പോഴും ഈ മൈനസ് കഴിഞ്ഞിട്ടുള്ള ഈ പാർട്ട്, മൈനസ് ആണ് മിഡിലെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ളതിൻ്റെ ഒക്കെ എന്ത് മാറും, സൈൻ മാറും. അതുകൊണ്ടാണ് ഇവിടെ +3 എന്നുള്ളത് -3 ആയി, +√2 എന്നുള്ളത് -√2 ആയി. എന്നിട്ട് ആ ലൈക്ക് ടേംസ് പോലെയുള്ളതിനെയൊക്കെ ഒരുമിച്ചെടുത്ത് അങ്ങോട്ട് എഴുതി വയ്ക്കുക. ഇനി അപ്പോൾ ഇവിടെയും നമുക്ക് എന്താ കിട്ടിയത്, കോമൺ ഡിഫറൻസ് കണ്ടോ, ആദ്യത്തേലും രണ്ടിലും ഒക്കെ ഒരുപോലെ കിട്ടി. ഇനിയിപ്പോൾ അടുത്ത് ചെയ്ത് നോക്കിയാലും എന്ത് തന്നെ കിട്ടുള്ളൂ, √2 തന്നെയാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് പറയാമല്ലോ, നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്, കോമൺ ഡിഫറൻസ് കണ്ടെത്താൻ. സോ നമുക്ക് എഴുതിക്കൂടെ, കോമൺ ഡിഫറൻസ് വിച്ച് മീൻസ് വാട്ട്, CD അല്ലെങ്കിൽ D = √2. കണ്ടോ, അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഗിവൻ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഫോംസ് ആൻഡ് AP. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ടേംസ് തമ്മിൽ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഒരേ ആൻസറാണ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, AP ആണ് നമുക്കത് പറയാൻ സാധിക്കും. ഇനി നോക്കിയേ, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡിഫറൻസ് എല്ലാത്തിലും √2 കിട്ടിയതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് 3 ടേംസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നെക്സ്റ്റ് 3 ടേംസ് എങ്ങനെയാണ് കണ്ടെത്തുക, ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കുക. കണ്ടോ, ക്വസ്റ്റ്യനിൽ നമുക്ക് 1, 2, 3 and 4 ടേംസ് തന്നിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടുള്ള ടേംസുകൾ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് ടേം വിച്ച് മീൻസ് വാട്ട്, 4th ടേം 3 + 3 √2 എടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് ചെയ്യാം. കണ്ടോ, ഏറ്റവും ലാസ്റ്റ് ടേമാണ് 3 + 3 √2. അതിൻ്റെ കൂടെ ഏതെടുത്തു, കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള √2 എടുത്ത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നോക്കിയേ, ഈ √2കൾ വരുന്നതിനെ ഒന്നിച്ച് വേണം എടുക്കാനായിട്ട്, അല്ല ഡിജിറ്റ് മാത്രമായിട്ട് വന്നതിനെ ഒരുമിച്ച് കൊടുക്കുക. അതുകൊണ്ട് എന്ത് ചെയ്തു, 3 എഴുതി ഉണ്ടോ, =3+. ഇനിയോ 3 √2 + √2. ഇതിൻ്റെ മുന്നിൽ ആരുണ്ടെന്ന അർത്ഥം, 1 ഉണ്ടെന്നാണ് അർത്ഥം. സോ 3 + 1 വാട്ട്, 4. ദെൻ ഈ √2 ഇടുക. ക്ലിയർ ആയോ? ആരും ഈ √2 + √2 = 4 എന്നും പറഞ്ഞൊന്നും എഴുതി വെക്കരുത് കേട്ടോ, ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് രണ്ടും കൂടി ഒരുമിച്ചെടുക്കുക. എന്തുകൊണ്ടാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ചെടുത്തത്, ഇത് രണ്ടിലും ആരാ ഉള്ള, ഒരു √2 അവിടെ കിടക്കുന്നുണ്ട്. അല്ലാണ്ട് നിങ്ങൾ ചെയ്യരുത്, ഇതുപോലെ ഒരുമിച്ച് വേണം ചെയ്യാൻ. കണ്ടോ, 3 എഴുതി ഇവിടെ എടുത്തു, 3+ ഇട്ടു. ദെൻ 3 √2ഉം ഇവിടെ എന്തുണ്ടെന്നർത്ഥം, 1 ഉണ്ടെന്നർത്ഥം. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി, 4 √2. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടിയല്ലേ. നമ്മളത് ഏത് ടേമാണത്, നമ്മുടെ 5th ടേമാണത്. 4 ടേം വരെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇത് ഏതാണത്, 5th ടേമാണത്. ഇനി എന്ത് ചെയ്താൽ മതി, ഈ 5th ടേമിൻ്റെ കൂടെ വീണ്ടും ഈ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള √2 ആഡ് ചെയ്യുക. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് നമ്മുടെ 5th ടേം, 3 + 4 √2. ഇത് അതിനെ എടുത്തെഴുതി, 3 + 4 √2 പ്ലസ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഇവിടെയും എന്ത് ചെയ്യുക, ഇത് തമ്മിൽ ഒരുമിച്ച് വേണം ചെയ്യാനായിട്ട്. കണ്ടോ, രണ്ടിലും √2 ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്തെടുത്തെഴുതി, ഈ 3 ഇവിടെ എടുത്തെഴുതി. ഇനിയോ ഈ 4ഉം ഇതിൻ്റെ മുന്നിൽ ആരുണ്ടെന്ന അർത്ഥം, 1 ഉണ്ടെന്നാണ് അർത്ഥം. സോ 4 + 1 എന്താണ്, 5 √2. ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയേ അടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏത് ടേം, 6th ടേം. നമ്മളെ 6th ടേം കിട്ടി. അപ്പോൾ ഈ 6th ടേമിൻ്റെ കൂടെ വീണ്ടും ഈ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 2 ആഡ് ചെയ്താൽ പോരെ, 3 + 5 √2. കണ്ടോ, 3 + 5 √2 + √2 = എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ കേട്ടോ, ഇവിടെ ഈ 3 എടുത്ത് ഇപ്പുറത്ത് എഴുതുക, പ്ലസ് ഇട്ടു. ഈ 5ഉം ഇതിൻ്റെ മുന്നിൽ ആരുണ്ടെന്ന അർത്ഥം, 1 ഉണ്ടെന്നാണ് അർത്ഥം. സോ 5 + 1 6, ദെൻ ഈ √2. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മളങ്ങനെ ആ 3 ടേമും ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരം കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ 3 ടേമും കൂടെ എടുത്തെഴുതുക. കണ്ടോ, 3 ടേംസ് are 3 + 4 √2 ഇത്. ദെൻ 3 + 5 √2. കണ്ടോ,
3 + 6√2. ക്ലിയർ ആയല്ലോ ഇത് ആൻസർ? സോ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. മുന്നത്തെ വീഡിയോകളെല്ലാം കാണുക. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ആൻസറിന് കിട്ടും കേട്ടോ. താങ്ക് യു സോ മച്ച്.